Incoming call from Perigord Post Office identified by Tree Caller. ഹലോ ഹലോ പറയേ ഹലോ ഞാനൊരു മരിച്ച വീട്ടിലുള്ള ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. യൗവനികേ സന്ദേശ
രണ്ട് മണി ായിരിക്കും ഇത് നല്ല കളറോട് മാറ്റാൻ ചെയ്ത സമ്പന്നമായ കർത്താവേ നീ തടസ്സപ്പെടുന്ന ചെയ്യണം. നാളെ സംഭവിച്ച പേര് ഉയർത്തും എന്റെ ദൈവമായ കർത്താവേ അനുവദിക്കാതെ എന്റെ വിളികൾ പ്രകാശിപ്പിക്കണമേ. പിതാവേ ഇത് രണ്ടുപേർ
ആൻറ്റിയുടെ അമ്മയുടെ കുടുംബക്കാര് എല്ലാവരും ഫോട്ടോയ്ക്കായിട്ട് കടന്നു വരിക. Incoming call from Mano Dular Master Bellerbally Perigord Senior Chamber identified by Truecaller. ആ സാറേ ഞാൻ ഇവിടെയുള്ള മരിച്ചെടുത്തുള്ള പിള്ളേരുള്ളി. ആൻറ്റിയുടെ സഹോദരങ്ങളുടെ കുടുംബക്കാർ മക്കൾ എല്ലാവരും കടന്നു വരിക. അടുത്തോട്ട് പെട്ടെന്ന് കടന്നു വരിക. റോബിൻസും കുടുംബവും അത് കടന്നു വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ചേച്ചിയുടെ കുടുംബക്കാര് ഇങ്ങോട്ടേക്ക് കടന്നു വരിക. തലശ്ശേരിയിലുള്ള ചേച്ചിയുടെ കുടുംബക്കാർ. ശവസംസ്കാര ചടങ്ങ് ആരംഭിക്കുകയായി. കുടുംബക്കാരെ മുമ്പോട്ടേക്ക് അടുത്തേക്ക് നീക്കുക. എല്ലാവർക്കും ഒത്തിരിയേറെ പ്രിയങ്കരനായിരുന്ന ആൽവിൻ യാദൃശ്ചികമായി നമ്മളിൽ നിന്നും വേർതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു.
ആൽബിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ബിന്ദുവിനോടും മക്കളോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളെല്ലാവരോടും പേരാവൂർ ഇടവകയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആൽബിൻ്റെ മരണം നമ്മുടെ എല്ലാവരെയും ഒത്തിരിയേറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞാനിവിടെ ആയിരുന്നപ്പോൾ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടങ്ങളിൽ പല പ്രാവശ്യവും പള്ളിയിൽ വരികയും എല്ലാ കാര്യങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച് യാത്ര പറയുന്നത് പോലെ ഇന്ന് എനിക്ക് തോന്നുകയാണ്. ആൽവിൻ കുവൈറ്റിൽ വെച്ച് വാഹന അപകടത്തിൽ മരിച്ചു. ഇന്ന് കുടുംബം ഒത്തിരിയേറെ ദുഃഖമനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യരായി നമ്മൾക്ക് ഗ്രാഹ്യമല്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിന് നമ്മളെ തന്നെ വിധേയമാക്കിക്കൊണ്ട് ഈ മരണം നമുക്കുണ്ടാക്കിയിരിക്കുന്ന എല്ലാ വേദനയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഈ വേദനകൾ സമർപ്പിച്ച് നമുക്ക് ആശ്വാസം തേടാം. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ വിശ്വാസത്തോടെ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ആൽബിൻ നമുക്കെല്ലാവർക്കും ഒത്തിരി നല്ലവനായിരുന്നു, ഒത്തിരിയേറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്മ ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഈ നാടിന്, ഈ ഇടവകയ്ക്ക് വലിയ ഒരു ഉപകാരിയും നല്ലവനുമായിരുന്നു. പ്രിയപ്പെട്ട ആൽബിൻ്റെ ഈ ദേഹവിയോഗം നമ്മളെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാം. പ്രിയപ്പെട്ട ആൽബിൻ നന്നായി ഈ ഭൂമിയിൽ ജീവിച്ചു. ദൈവം അദ്ദേഹത്തെ നിത്യസമ്മാനത്തിനായി ദൈവപിതാവിൻ്റെ വലതുഭാഗത്തേക്ക് തൻ്റെ തിരുക്കുമാരനാൽ ആനയിക്കുകയാണ്. അവിടുത്തെ മാലാഖമാരെ പ്രിയപ്പെട്ട ഈ ആത്മാവിനെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ആൽബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്നുള്ള ഈ മരണം, നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ ഓർക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഈ ഭൂമിയിൽ ധാരാളം നന്മ ചെയ്യുവാനും നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥനാപൂർവം ഈ തിരുക്രമങ്ങളിൽ പങ്കാളികളാകാം. നമ്മളുടെ പ്രിയപ്പെട്ട കൊച്ചനും ബഹുമാനപ്പെട്ട കൊലക്കുന്നയിലെ ജയ്സന ആളുകൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ തിരുക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ആൽബിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു.
ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യരോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഖ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തു അലംഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തെ സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ
മിശിഹായെ കരയുയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന് പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു പോരും നിൻ ജീവിത പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് നടത്താം. വാഹനങ്ങളിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ വഴിയിലേക്ക് ഇറങ്ങി ചെയ്ത് ഒത്തിരി അന്ത്യചുംബനം അർപ്പിക്കാനില്ല. അതുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന എല്ലാവരും വഴിയിലേക്ക് ഇറങ്ങിപ്പോകാൻ, ഇവിടെ ആരും ഇനി നോക്കി നിൽക്കേണ്ട. കർമ്മങ്ങൾ കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും വഴിയിലേക്ക് ഇറങ്ങുവാനായിട്ട് ആരും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ കർമ്മങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോകുവാൻ ദയവ് ചെയ്ത് എല്ലാവരും തയ്യാറാവുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൻ എൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമേലാത്തോർ ഉന്നതമോശ്രേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാം ലോകവും അതിലേ ജഡികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാൾ അഴുകി നശിക്കും. ലോകമിതന്നിൽ നീതിയുണർത്തി പോയി ഞാൻ ജീവൻ പകരും.
കുരിശിനെ വിരവോട് ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാകളമോദിയപ്പനെ വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പരുദീസായിൽ ഇതാത്ഭുതമേ. ഇവരൊന്നും പള്ളി അങ്ങ് വരാത്തവരല്ല, വീട്ടിൽ വരാത്തവരല്ല. സൗകര്യം ചെയ്തുകൊണ്ട് മുൻപിൽ വെച്ച് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ആൽബിൻ്റെ ആകസ്മികമായ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും പേരിൽ ആൽബിൻ്റെ വേർപാടിൽ വ്യസനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനവും പ്രാർത്ഥനയും ദൈവികമായ ആശ്വാസവും കൃത്യമായി നേരുകയാണ്. വാക്കുകൾക്ക് വല്ലാത്ത വിഷമം നേരിടുന്ന, ക്ഷാമം നേരിടുന്ന മുഹൂർത്തമാണിത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എനിക്ക് പ്രത്യേകിച്ച് അറിയാം. എങ്കിലും നമ്മുടെ ഇടവകയുടെ മുൻവികാരിയും ഇന്നത്തെ തിരുക്രമങ്ങളുടെ ചുമതലക്കാരനുമായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തോമസ് കൊച്ചുവിന്റെ നിർദ്ദേശം അനുസരിച്ച് വിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും രണ്ട് വാക്കുകൾ അനുശോചനമായി അറിയിക്കാനാണ് ആഗ്രഹിക്കുക. എല്ലാ
എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഈശോയുടെ സ്നേഹിതനായ ലാസർ മരണമടഞ്ഞു. ആകസ്മികമായ വേർപാടായിരുന്നു. സഹോദരിമാരായ മർത്തായും മറിയവും വ്യസനിച്ച് ആയിരിക്കുന്ന ഭവനത്തിലേക്ക് ഈശോ കടന്നുചെല്ലുമ്പോൾ അവിടെ പ്രകാരം ഒരു രേഖ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ മർത്ത ഈശോയോട് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് ദൈവസാന്നിധ്യം ഇല്ലാത്തതിൻ്റെ, ദൈവം കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഇപ്രകാരമുള്ള അവസരങ്ങളിൽ ദൈവത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നവരാണ് മനുഷ്യരായ നമ്മൾ. എന്നാൽ ഈശോ മർത്തായോട് പറയുന്ന മറുപടി ഇതാണ്. 25-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. തുടർന്ന് 11-ാം അധ്യായം 40-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, മർത്ത വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തിലും വേദനയിലും ഒക്കെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാക്കുകൾ ഇതാണ്: വിശ്വസിച്ചാൽ നമുക്ക് ദൈവമഹത്വം ദർശിക്കാം. ആൽവിൻ, ഞാൻ ജീവിതകാലത്ത് ആൽവിനെ കണ്ടിട്ടില്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോൾ ഈ ജീവിതത്തിൽ എവിടേക്കോ കണ്ടു മറന്ന ഒരു മുഖം പോലെ തോന്നിച്ചു. മനഃശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ആൽവിനെ കാണുക. പക്ഷേ മരണശേഷം ആൽവിനെ കുറിച്ച് കേൾക്കാനിടയായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനെ കുറിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കൂടപ്പിറപ്പുകളെ, കുടുംബാംഗങ്ങളെ, പങ്കാളിയെ, മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് നടക്കുന്നവരുടെ വാഹനത്തിൽ ഞാൻ കൂടെ ഉണ്ടായ ആളുകൾ പറയാൻ ഒത്തിരി ഉപകാരിയായ മനുഷ്യനായിരുന്നു. കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോൾ മാനന്തവാടിയിൽ റിസോർട്ടിൽ എല്ലാവരെയും കുടുംബാംഗങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി കൂട്ടായ്മയിൽ വളരെ സന്തോഷം പകർന്ന ഒരു നല്ല വ്യക്തിത്വം. ബഹുമാനപ്പെട്ട പഴയ വികാരിച്ചൻ തോമസ് കുച്ചൂരോട് വീട്ടിൽ അനുശോചന സന്ദേശത്തിന് ആമുഖമായിട്ട് സൂചിപ്പിച്ചു. ഇടവകയുമായിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് കടന്നു പോകാവുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, കൂടപ്പിറപ്പുകൾക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇത്രയും നല്ല ഒരു മനുഷ്യനെ പ്രിയപ്പെട്ടവരായ ഭൂമിയിൽ ദൈവം നൽകിയല്ലോ എന്നത് പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ഞാൻ വിചാരിക്കുന്നു, ഭൂമി നമ്മളെല്ലാവരും കഴിയുമ്പോൾ സ്വർഗമെന്ന് സന്തോഷിക്കുകയാണ്. കാരണം വിശുദ്ധിയോടെ ജീവിച്ച നൈർമല്യത്തോടെ ജീവിത രംഗങ്ങൾ വ്യാപരിച്ച ഒരു മകനെ സ്വർഗം വീണ്ടെടുക്കുകയാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ദിവസം കടന്നു പോകേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ജീവിത രംഗം ജീവിച്ചു തീർത്ത് ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ ദൈവത്തിന്റെ വിളി കേട്ടി ഭൂമിയിലെ സകല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. നമുക്ക് മുമ്പേ യാത്ര ചെയ്യുന്ന ഒരു തൂവൽ പക്ഷിയായി ആൽവിൻ എന്ന ദൈവസന്നിധി എത്തിയിരിക്കുകയാണ്. ആൽവിനെ കാത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളും 2 കൂടപ്പിറപ്പുകളും മരിച്ചുപോയ പ്രിയപ്പെട്ട മോനൊക്കെ ദൈവസന്നിധിയിൽ മാലാഖമാരൊത്ത് ആൽവിനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വിചാരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ആയിരിക്കാം. വിശ്വാസമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ഏക പിടിവള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുകളിൽ ഒരു പിടിയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആരും വീടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഉറക്കെ പിടിക്കാം. നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം. പ്രത്യേകിച്ച് ആൽവിന്റെ വേർപാട് വിഷമിക്കുന്ന, ഏറ്റവും അധികം വിഷമിക്കുന്ന കൂടപ്പിറപ്പുകളുണ്ട്, ജീവിത പങ്കാളികളുടെ കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥനയിലൂടെ ആശ്വാസം പകരാനായിട്ട് പരിശ്രമിക്കാം. ഞാനിവിടെ ആയിരിക്കുന്നത് മാടത്തിനിടവകയിൽ വികാരിച്ചതാണ്. ആൽവിന്റെ സഹോദരി ശീല ചേച്ചി ഞങ്ങളുടെ ഇടഭാഗമാണ്. മാതൃവേദിയുടെ ഭാരവാഹി സണ്ണിച്ചേട്ടൻ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മറ്റൊരു വിധത്തിൽ ബന്ധവുമുണ്ട് എന്നറിഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആൽവിന്റെ വേർപാട് വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആൽവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ മാനുഷികമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് നിത്യശാന്തി നൽകണമേ നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആൽവിന്റെ വേർപാട് വിഷമിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി അനുശോചനവും പ്രാർത്ഥനയും ആശ്വാസവും പകരുന്നു. നല്ല ദൈവങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും മന്ദവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം തുടർന്ന വ്രതമെത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കപടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ും
സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നതനായ സ്ഥലത്തുകൾ തന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ർപ്പിക്കുവാനുള്ള സമയമാണ്. ആളുകൾക്ക് കടന്നു വരാം. ഈ സൈഡിലൂടെ സ്ത്രീകളും ഈ സൈഡിലൂടെ പുരുഷന്മാരും വന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചെറിയ വഴികളൊക്കെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടന്തിമവിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ, നല്ല വരുത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാനേ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഭാവിനിക്ക് പ്രതികൂലത്തോടെ ആശിസ്തീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് സ്വർഗ്ഗത്തിൽ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിധിയാൽ മാനവരാജ്യം നേടും മനുജഭാഗ്യം. കരയറ്റവനായി ചില മഹിമാ മുഖമടുക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജഭാഗ്യം. വിധിയാൽ മാനവരാജ്യം നേടും
മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. സൃഷ്ടിക്കുന്നുണ്ട് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോടെ ദൃശ്യത്തിൽ സിന്ദണമേ. ആദിമുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയുന്നിൽ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുൻപിൽ കണ്ണു പവനത്തിൻ തിന്മകളെല്ലാം നീ തിരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുഷ്യൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാദാ കനിവോടെ തൃഷ്കൻ പാർക്കണമേ. നീരുണ്ടെന്ന് കിടക്ക് ഞാൻ നിരച്ചു ഭാവിനിയാമറിയം മിഴിനീരിൽ പാലം കഴുകുമ്പോൾ ഹൃദയം ജലനിജമാ സകദാ ബാഹുലമാ തുല്യവരുടെ. കർത്താവേ, കാരുണ്യം വർഷിക്കണമേ. പശ്ചാത്താപത്താൽ ഒഴുകും നിൻ കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണം അഖിലേശ. എന്നെ സൃഷ്ടിച്ചിന്റെ മേൽ കൈകൾ വെച്ചു കൊടിയിൽ ആരാവിലും ചേർത്തു ജീവനിൽ സ്തുതിതം ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവും അവന്റെ വലിയവരും ചെറിയവരും അനുതാപാകുലരായി അണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാൻ ഒന്നും കഴിവില്ല. നാഥാ
ചോരരുളി കന്യാമാതാവേ സെഗിയോൻ പുത്രി നിൻ ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ച് ശക്തരാകുവിൻ. നിറയും മോദമോടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ കൃപയും മോചനവും ഞങ്ങൾ നേരിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന വരസ്ഥിതിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അല്ല അതിന്റെ മണം അല്ല